എന്റെ വീഡിയോസ് ഒക്കെ പണ്ടൊട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ ഇറങ്ങിയ കൊമേഴ്ഷ്യൽ പടങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് രാജമാണിക്കാണ്. ഒരു മാസ് പടം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആ പടം നോക്കി പഠിക്കണം. അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു മാസ് പടം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഈ വീഡിയോയിൽ 2005 ഇറങ്ങിയ രാജമാണിക്യത്തിനെ ബേസ് ചെയ്ത് പറയാൻ പോകും. രാജമാണിക്ക് ഒന്നെടുത്ത് നോക്കാം. പടം തുടങ്ങുന്ന തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ സീനും വെച്ചിട്ടാണ്. ഒരു ടിപ്പിക്കൽ മാസ് പടം പോലെ അല്ലേ ഇത് തുടങ്ങുന്നത്. ഭയങ്കര അടിയോ ഇടിയോ അല്ലെങ്കിൽ ഗംഭീര ഇൻട്രോ അതൊന്നും അല്ല കാണിക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനാണ് കാണിക്കുന്നത്. അതും പക്ക ഇമോഷണൽ സാധനം. നമ്മുടെ നായകനെ സ്വന്തം അമ്മ ഉപേക്ഷിച്ച് പോകുന്ന ഒരു എപ്പിസോഡാണ് ആ കാണിക്കുന്നത്, ആ ടൈറ്റിൽ കാർഡ് വരെ. അത് മാത്രമല്ല, ആ ഒറ്റ എപ്പിസോഡിൽ കൂടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് മൊത്തം പറഞ്ഞു വെക്കുന്നുണ്ട്. രാജരത്നം പിള്ള ആരാണെന്നും അയാളുടെ മോനായിട്ടുള്ള രാജശെൽവം ആരാണെന്നും അയാളുടെ സെക്കൻഡ് മാരേജിൽ പുള്ളിക്കാരനുണ്ടാവുന്ന ഒരു ദേഷ്യം ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതും ചെറുപ്പം തൊട്ടുള്ള സീനുകളാണല്ലോ. അതുകൊണ്ട് തന്നെ മനോജ് കെ ജയന്റെ രാജശെൽവം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു വില്ലൻ ക്യാരക്ടർ, തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ വില്ലനായിട്ട്, അതിന് ഒരു ചെറിയ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, കൊച്ചിൻ ഹനീഫയുടെ സൈഡ് ക്യാരക്ടർ ആയിട്ടുള്ള വർഗീസിന് പോലും അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് എല്ലാവർക്കും ഗുഡ് ഇന്റൻഷൻ ആണോ ഉള്ളതും. എനിക്ക് ഈ പടത്തിനെ പറ്റി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതാണ്. സൈഡ് ക്യാരക്ടേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു വിലയും അവർക്കിടേതായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. വർഗീസ് ആയിക്കോട്ടെ, വീമൻ രഘുവിന്റെ കിൻഡൽ വർഗീസിനായിക്കോട്ടെ, എല്ലാവർക്കും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ചെറിയ പാസ്റ്റും കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പോഷൻ കൊടുത്തിട്ടുണ്ട്. മമ്മൂക്കിക്ക് ഒരു ഭയങ്കര മാസ് ഓറ, എല്ലാവരെയും മാറ്റി നിർത്തുന്ന ഒരു ഓറയും ആ ഒരു സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് അൻവർ ഷീദ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പടത്തിനെ വ്യത്യസ്തമാക്കുന്നത്. അതാണ് ഇതിനൊരു പെർഫെക്റ്റ് മാസ് കൊമേഴ്ഷ്യൽ പടമാക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സൈഡ് ക്യാരക്ടറിനെ നിങ്ങൾ പൊതുവെ എടുത്തു നോക്കിയാൽ സൈഡ് ക്യാരക്ടറിനൊക്കെ ഒരുപാട് അടിച്ചു താഴ്ത്തും നമ്മുടെ നായകനെ പൊക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നായകന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് ആയിരിക്കില്ല പലതിലും കൊടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. പക്ഷെ ഇതിൽ ഒരുപാട് പറച്ചിലില്ല, ചെയ്ത്താണ്. അതാണ് മാസ് പടത്തിന് വേണ്ടത്. പിന്നെ സൈഡ് ക്യാരക്ടർ, നായകന്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടർ പൊതുവെ പഴങ്ങളായിരിക്കും. പക്ഷെ ഇതിൽ അതുപോലൊന്നുമല്ല, പക്ക കിടിലൻ ക്യാരക്ടേഴ്സാണ്. അവരെല്ലാവരും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സാണ്. പിന്നെ മമ്മൂക്കി ഈ പടത്തിന്റെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മമ്മൂക്കിയിൽ ഇൻട്രോ കൊടുക്കുന്നത്. അതുവരെ ആ പടത്തിന്റെ ഒരു സ്റ്റോറി ഇങ്ങനെ ബിൽഡപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. മമ്മൂക്കിക്ക് ആ വരാനുള്ള മാസ് ഓറയ്ക്ക് വരാനുള്ള ആ ഒരു സിറ്റുവേഷൻസും ആ ഒരു പ്ലേസും ഒക്കെ സെറ്റാക്കി വെക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, അന്തക്കാലത്ത് 2 മണിക്കൂറേ ഈ പടമുള്ളൂ, 1.5 മണിക്കൂറേയിൽ മമ്മൂക്കുള്ളൂ. പടം തുടങ്ങുന്ന തന്നെ പക്ക ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു എപ്പിസോഡ് വഴിയാണ്. പോരത്തിന് രാജമാണിക്കെന്ന് എഴുതി കാണിച്ച് മമ്മൂക്കയ്ക്ക് ഒരു ചെറിയ ഇൻട്രോ പോലെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത്, എനിക്ക് മമ്മൂക്കയ്ക്കല്ല മമ്മൂക്കൻ്റെ പാസ്റ്റ് സെൽഫിന്, എന്നിട്ട് അടുത്ത ഇമോഷണൽ എപ്പിസോഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് ഉള്ളത്, രാജരത്നം പിള്ള ഇപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് പുള്ളിയുടെ ത്രെഡ്, സ്വന്തം മക്കൾ തന്നെ ഭയങ്കര പ്രശ്നമായിട്ട് ഭയങ്കര മോശമായിട്ട് ദൂർത്തടിച്ച് നടക്കുകയാണ്. ഇതൊക്കെ കാണിച്ച് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നൊക്കെ കാണിച്ചിട്ട് അവസാനം രാജരത്നം പിള്ളയുടെ ഡെത്തിലാണ് ആ സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അതായത് ആ 2ാമത്തെ എപ്പിസോഡും ഫുൾ ഇമോഷണൽ സാധനമാണ്. എന്നിട്ടാണ് മമ്മൂക്കാൻ്റെ ഇൻട്രോ വരുന്നത്, അതുപോലത്തെ ഒരു മാസ് അവതാർ വരുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ രാജമാണിക്യം സിനിമയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട്. മമ്മൂക്കയുടെ ഇപ്പോൾ ഒരു മാസ് സീൻ കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ സീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോമഡി സീൻ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു പടം ഫുള്ള് പോകുന്നത്. ഇപ്പോൾ ഒന്ന് നോക്കാം, മമ്മൂക്കാൻ്റെ ഈ കിഡിലിനൊരു അടിപ്പക്ക മാസ് സീൻ, ഇൻട്രോ സീൻ കഴിഞ്ഞിട്ട് നേരെ ഒരു ഇമോഷണൽ സീനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കോമഡി സീനാണ്. പുള്ളി അവിടെ വന്നിറങ്ങുമ്പോൾ പുള്ളീനെ കൊരനവള്ളിക്ക് പിടിച്ച് തള്ളാൻ പോകുന്ന ആ ഒരു കോമഡി സീനൊക്കെയാണ്. എന്നിട്ട് പിന്നെ ഒരു മാസ് സീനാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കിടിലനായിട്ടാണ് അൻവർ ഷീദിൽ മൊത്തം ഫോളോ ചെയ്തിരുന്നത്. നമ്മളൊരു മാസ് പടം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹീറോൻ്റെ ക്യാരക്ടറിലാണ്. ഹീറോ ഒരിക്കലും വലിയ ലാർജർ ദാൻ ലൈഫ് പോലെ ആവരുത്. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിലും ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ആവരുത്, ഒരിക്കലും പെർഫെക്റ്റ് ഹ്യൂമൻ ആവരുത്. ഇപ്പോൾ രാജമാണിക്യത്തിൽ മമ്മൂക്കാനെ എടുത്ത് നോക്കാം, ഒരിക്കലും ഒരു തരത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല. പക്ഷെ അങ്ങേരുടെ ആ ഒരു മാസ് ഓറ എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ കവച്ച് വെക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ മമ്മൂക്കാൻ്റെ ബെല്ലാരി രാജ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ എടുത്ത് നോക്കാം. ആ ഒരു ഹീറോ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, TVM സ്ലാങ്, ഒരു യൂണീക്കായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമും, എന്നാലും പുള്ളിക്ക് ഒരു ഇമോഷണൽ സൈഡ് ഉണ്ട്. ആൻഡ് പുള്ളിക്ക് ഒരു കണ്ണ് കാണില്ല. ശരിക്കും നമ്മുടെ മിക്ക മാസ് പടങ്ങളിലും ഹീറോനെ ഭയങ്കര പവർഫുൾ ആയിട്ടാണല്ലോ കാണിക്കുന്നത്. ഇതുപോലത്തെ ഒരു ചെറിയ ഡിസബിലിറ്റി വെച്ച് കാണിക്കുന്നത് ഭയങ്കര യൂണീക്കായിരുന്നു ആ ടൈമിൽ. ഇപ്പോഴും അതെ. പിന്നെ ബെല്ലാരി രാജ എന്ന് പറയുന്ന ക്യാരക്ടർ ഏത് മാസ് സീൻ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, പുള്ളി മാക്സിമം കൂളായിട്ട് ഡീൽ ചെയ്യാനും നോക്കൂ. ആദ്യം തന്നെ ബാബുരാജ് വന്ന് അങ്ങനെ പുള്ളീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളി മാക്സിമം അങ്ങനെ കൂളായിട്ട് ഓക്കെ പോവാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പുള്ളി ബാബുരാജ് എടയുമ്പോൾ എന്നാൽ പിന്നെ കാണാന്നുള്ളൊരു മാസം. ബെല്ലാരി രാജ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ മാക്സിമം കൂളായിട്ടൊക്കെ എല്ലാം ഡീൽ ചെയ്യാൻ നോക്കാം. പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടി, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ ആ പടം ഒരു പ്രാവശ്യം കൂടി ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
അങ്ങനെ ആ ഒരു ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഉണ്ട്. സ്വന്തം അമ്മയുടെ നിന്ന് ഒരു സ്നേഹം പോലും വാങ്ങിക്കാൻ പറ്റാത്ത ആ ഒരു സങ്കടമുണ്ട്. പക്ഷെ മസിൽ പവറിലും മാൻ പവറിലും പൈസ കൊണ്ടൊക്കെ പുള്ളി വളരെ വളരെ പവർഫുള്ളാണ്. പക്ഷേ എന്നാലോ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള വൾണറബിലിറ്റീസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മനോജ് കെ ജയൻ നമ്മുടെ അബൂ സലീമിനെ കൊല്ലാൻ വേണ്ടി വിടൂലോ, ആ ഒരു ടൈമിൽ പുള്ളി മനോജ് കെ ജയനാണ് വിട്ടേന്ന് അറിഞ്ഞിട്ട് പുള്ളി തിരിച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം പുള്ളിയുടെ ആ അനിയനാന്നുള്ളൊരു ഇമോഷണൽ സെന്റിമെന്റ് പുള്ളിയുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്. പിന്നെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു കിടിലൻ മാസ് പടമാവാൻ കാരണം ഒന്നിൽ കൂടുതൽ എതിരാളികൾ പുള്ളിക്കുണ്ട്, നമ്മുടെ ഹീറോയ്ക്കുണ്ട്. അതായത് ഒരു സൈഡിൽ സൈമൺ നാടാരുണ്ട്, ഒരു സൈഡിൽ മനോജ് കെ ജയൻ ഉണ്ട്. പോരാത്തതിന് പുള്ളിയുടെ തന്നെ അനിയത്തിയായിട്ടുള്ള റാണി രത്നയും പുള്ളിയുടെ ഒരു റൈവല് പോലെയാണ്. പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് നായകനയിൽ സിംബോളിക്കലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കഥാപരമായിട്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തോറ്റു പോകുന്നുണ്ട്. പോരാത്തതിന് ഇവിടെ പുള്ളിക്ക് എതിരെ നിൽക്കുന്ന എല്ലാ വില്ലന്മാർക്കും അവരവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്, അവരവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഇത് അത്ര കൺവിൻസിങ് ആയിട്ടും അത്ര നല്ല സിനിമയായിട്ടും മാറിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരാവശ്യമില്ലാതെ ഇപ്പോൾ ടിപ്പിക്കലി മാസൻ മസാലയിൽ കാണണോ അല്ലെങ്കിൽ വെറുതെ ആവശ്യമുണ്ട് കുറേ ആൾക്കാർ എതിരായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതാണ് സെറ്റ്. പിന്നെ ഈ പടത്തിൽ കൂടെ ഞാൻ പഠിച്ചൊരു കാര്യം പറയാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു മാസ പടം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു മാസ പടം എഴുതരുത്, ഒരിക്കലും ഒരു മാസ പടം പിടിക്കരുത്, നിങ്ങളൊരു ഇമോഷണൽ പടം പിടിക്കണം. ഇപ്പോൾ ഈ മാസം സാധനങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മൾ രാജമാണിക്ക് എന്താണെന്ന് നോക്കിയാൽ എന്തായിരിക്കും? ഒരു പക്കാ ഇമോഷണൽ ഫാമിലി ഡ്രാമ കഥയാണിത്. അതായത് അച്ഛനും വളർത്തുമക്കളും അവർ തമ്മിലുള്ള ആ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ ഒരു കഥയാണിത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ ആ ഒരു മാസ് എലമെന്റ് വന്നുകൊണ്ടാണ് ഈ പടം ഈ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം. ഇത് വേണമെങ്കിൽ നമുക്കൊരു അവാർഡ് പടം പോലെ എടുക്കാൻ പറ്റുന്ന കഥയാണ്. പക്ഷേ ആ ഒരു മാസ് മസാല എലമെന്റ് പക്കാ സെറ്റായിട്ട് കയറ്റാൻ പറ്റുന്ന കഥയും കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടം ക്ലിക്കാവാനും കണക്റ്റ് ആവാനും ആ ടൈമിൽ തന്നെ ഇൻഡസ്ട്രി ഹിറ്റാവാനും ഉള്ള കാരണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ശരിക്കും എടുത്തു പറയേണ്ട സാധനമാണ്. ഒരു ടിപ്പിക്കൽ മാസ് മസാല പടത്തിൽ നായകൻ ചിലപ്പോൾ സ്വയം പൊങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ വെറുതെ കുറേ നെടുനീളം ഡയലോഗുകൾ പറയും. പക്ഷേ ഈ പടത്തിൽ പക്ക ക്രിസ്പാണ് എല്ലാ ഡയലോഗും. ഒരുപാട് അങ്ങനെ നെടുനീളം ഡയലോഗുകളായിട്ട് പോയിട്ടുള്ള, പക്ഷേ കുറച്ചുകൂടി അത്യാവശ്യം ലെങ്തി ഡയലോഗ്സ് പറയുന്നത് ആ ഒരു ഇമോഷണൽ സെഗ്മെൻറ്റ്സിൽ മാത്രമാണ്. പക്ഷെ അത് നല്ല രീതിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, കാരണം അത്രയും നല്ല ആക്ടേഴ്സാണ് ചുറ്റും നിൽക്കുന്നത്. ഇതിലത്തെ മാസ് സീനുകളിൽ ഒന്നിൽ പോലും വളരെ നെടുനീളം ഡയലോഗുകളൊന്നുമില്ല. പോരാത്തതിന് പലരുടെയും ബാക്ക് സ്റ്റോറി, ഇപ്പോൾ രാജമാണിക്യത്തിൻ്റെ ബാക്ക് സ്റ്റോറി പറയുന്നത് സൈമൺ നാടാരാണ്. ആൻഡ് വലിയ രീതിക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് 2, 3, 4 സെൻറ്റൻസ് വെച്ചിട്ടാണ് പുള്ളിയുടെ ആ ഒരു പാസ്റ്റ് മൊത്തം പറയുന്നത്. പിന്നെ സമ്പാദ്യം കൊണ്ട് പുള്ളിയുടെ 7 അയലെത്തില്ല ഇവരൊക്കെ എന്നും പറയുന്നുണ്ട്. പോരാത്തതിന് അത് മാത്രമല്ല, മറ്റേ ഹോസ്പിറ്റൽ സീനിൽ കിൻഡൽ വർക്കിച്ചൻ്റെയും രാജമാണിക്യത്തിൻ്റെയും ആ ഒരു പാസ്റ്റ് എന്താന്ന് പറയുന്നുണ്ട്. മുറിവിൻ്റെ ആഴവും കത്തിയുടെ നീളവും അങ്ങനെ ഭയങ്കര ക്രിസ്പായിട്ടാണ് എല്ലാം പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പടം ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് മാസ് മസാല എൻ്റർടൈനർ പടമായത്.